ജോർദാനിൽ അമേരിക്കൻ മിലിറ്ററി ബേസിനെതിരെ ഒരു ഡ്രോൺ ആക്രമണം നടന്നതായും അതിൽ 3 അമേരിക്കൻ സൈനികർ മരണപ്പെട്ടതായുമുള്ള വാർത്തകൾ കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്തത് ഇറാനാണ്. തീർച്ചയായും അതിന് തിരിച്ചടി കൊടുക്കുമെന്ന് അമേരിക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഇറാനെ അനുകൂലിക്കുന്ന ഇറാൻ കേന്ദ്രങ്ങൾ സിറിയയിലും ഇറാഖിലും ഉണ്ട്. അതിനെതിരെ ഞങ്ങൾ റിവഞ്ച് അറ്റാക്ക് ചെയ്യുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു റിട്ടാലിയേഷൻ അറ്റാക്ക് അമേരിക്ക ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഏകദേശം 85 സ്ഥലങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു. അമേരിക്കയിൽ നിന്നും ആരംഭിച്ച ബോംബർ വിമാനങ്ങൾക്ക് ജോർദാൻ വ്യോമസേനയും സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇറാൻ ബാക്ക്ഡ് മിലീഷ്യസിന് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും പറയുന്നുണ്ട്. ഈ ഒരു ആക്രമണം എങ്ങനെയാണ് നടന്നത്, കൂടാതെ അമേരിക്ക ഈ ഒരു പദ്ധതിയെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 7 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ 3 കേന്ദ്രങ്ങളിൽ അതിതീവ്ര ആക്രമണം തന്നെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതീവ സീക്രട്ട് ആയിട്ടാണ് അമേരിക്ക ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ അന്തിമോപചാരത്തിൽ ജോ ബൈഡനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് അവസാനിച്ചതിന് ശേഷവും ജോ ബൈഡൻ പ്രസ് റിപ്പോർട്ടേഴ്സിന് യാതൊരു ഇന്റർവ്യൂവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചു സമയത്തിന് ശേഷം ജോ ബൈഡൻ ഒരു അറിയിപ്പ് പുറത്തുവിടുന്നു. സിറിയയിലും ഇറാഖിലും ഞങ്ങളുടെ വ്യോമാക്രമണം ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇത് ഒരു ആരംഭം മാത്രമാണ്. അമേരിക്കയെ തൊട്ടാൽ എന്താണ് സംഭവിക്കുക എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. കൂടാതെ മിഡിൽ ഈസ്റ്റിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കണമെന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഇറാനെയും ഞങ്ങൾ ആക്രമണം നടത്തണമെന്നോ അല്ലെങ്കിൽ ഇറാനുമായി യുദ്ധം ചെയ്യണമെന്നോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അമേരിക്കയെ തൊട്ടുകഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥയെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു കാര്യം പുറം ലോകം അറിയുന്നത്. സിറിയയിലും ഇറാഖിലും അമേരിക്ക ആക്രമണം നടത്തിയെന്ന്. അമേരിക്കൻ സെൻകോം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം B-1B ലാൻസർ വിമാനങ്ങൾ ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏകദേശം 125 പരം പ്രിസിഷൻ ഗൈഡഡ് അമ്യൂണിഷൻസ് ഈ ടാർഗറ്റിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൽ ഇവർ നിരവധി മൾട്ടി റോൾ എയർക്രാഫ്റ്റും ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നും പറയപ്പെടുന്നുണ്ട്. കൂടാതെ അമേരിക്ക ഒറ്റയ്ക്കല്ല ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ജോർദാന്റെ സഹായമുണ്ടായിരുന്നു. ജോർദാന്റെ വ്യോമസേനയുടെ സഹായം. അമേരിക്കയുടെ ഒരു മിലിറ്ററി ബേസ് ജോർദാനിലുണ്ടായിരുന്നു. അവിടെയാണ് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്, ഡ്രോൺ ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ ജോർദാനും ഈ ഒരു ആക്രമണത്തിന് അമേരിക്കയെ സഹായിച്ചിട്ടുണ്ട്. ജോർദാൻ പ്രധാനമായും അമേരിക്കയെ സഹായിച്ചത് ടാർഗറ്റ് ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ്. കമാൻഡ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻ സെന്റർ, ഇന്റലിജൻസ് സെന്റർ, റോക്കറ്റ് കൂടാതെ മിസൈൽ ഡിപ്പോട്ട്, UAV സ്റ്റോറേജ്, ലോജിസ്റ്റിക് സപ്പോർട്ട്, മ്യൂണിഷൻ സപ്ലൈ ചെയിൻ ഫെസിലിറ്റി ഓഫ് മിലീഷ്യ ഗ്രൂപ്പ്, ഇങ്ങനെ ഇതെല്ലാം ഷെയർ ചെയ്ത് അമേരിക്കയെ ജോർദാൻ സഹായിച്ചു. അമേരിക്ക ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞ 7 കേന്ദ്രങ്ങളിലെല്ലാം അവരുടെ ഹൈ പ്രസിഷൻ അമ്യൂണിഷൻസ് ആണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇമ്പാക്ട് വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ വിവരങ്ങളെല്ലാം മാക്സിമം സിറിയൻ മാധ്യമങ്ങളിൽ ഇത്ര ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ട്സ് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വഴി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സോ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെക്കൻഡറി എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അഥവാ ഒരു ബോംബ് വിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഫോടനം നടക്കും. പക്ഷേ ഒരു സെക്കൻഡറി എക്സ്പ്ലോഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഒരു ഗുഡൌൺ ഉണ്ട് എന്ന് കരുതുക. ആ ഗുഡൌൺ നിറയെ നിരവധി ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. സോ ഒരു ബോംബ് അല്ലെങ്കിൽ സ്ഫോടന വസ്തു വിക്ഷേപിക്കുമ്പോൾ ആ ഗുഡൌണിലേക്ക് പോയി പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് കാരണം ആ സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ എന്തൊക്കെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്, ഏതൊക്കെ വെപ്പൺസ് ആണോ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്, അതും പൊട്ടിത്തെറിക്കും. അങ്ങനെ ആ ഒരു ഇമ്പാക്ട് കൊണ്ട് പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡറി എക്സ്പ്ലോഷന്റെ ഇമ്പാക്റ്റും വളരെ വലുത് തന്നെയായിരിക്കും. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾ ഈ ഇറാൻ ബാക്ക്ഡ് മിലിഷ്യസിന് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വ്യോമാക്രമണം വെറും 30 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയപ്പെടുന്നു. സോ ഈ ഒരു ആക്രമണത്തിനൊക്കെ ശേഷം അമേരിക്ക എന്തായിരിക്കും ചെയ്തത്, അല്ലെങ്കിൽ അമേരിക്ക എന്തായിരിക്കും പറഞ്ഞത്? അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഈ ഒരു സ്ട്രൈക്ക് ഇതൊരു ആരംഭം മാത്രമാണ്. ഞങ്ങൾ റെസ്പോണ്ട് ചെയ്ത് ആരംഭിച്ചിരിക്കുന്നു. അതേപോലെ സെക്യൂരിറ്റി കൗൺസിലിന്റെ സ്പോക്സ്മാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ എയർ സ്ട്രൈക്ക് ഒക്കെ സക്സസ്ഫുൾ ആയി അവസാനിച്ചു. കൂടാതെ ഈ ഒരു വ്യോമാക്രമണം കുറച്ച് നീട്ടിവെക്കേണ്ടതായിരുന്നു. പക്ഷെ കാലാവസ്ഥ ഒട്ടും തന്നെ അനുകൂലമല്ലായിരുന്നു. എന്നാൽ കൂടി ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഔട്ട്പുട്ട് ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. ഇപ്പോൾ അമേരിക്ക ചെയ്ത ഈ ഒരു വ്യോമാക്രമണം വളരെ സക്സസ്ഫുൾ ആയി തന്നെ അവസാനിച്ചു എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇതോടെ ഇതെല്ലാം അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല.
കാരണം ഇറാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമേരിക്ക അഥവാ ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രത്യാക്രമണം അതിതീവ്രമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇത് മാത്രമല്ല, ഇറാഖും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കെതിരെ, അതായത് ഇറാനെതിരെയാണ് നിങ്ങൾ ആക്രമണം നടത്തുന്നത് എങ്കിൽ കൂടി ഞങ്ങളുടെ സ്ഥലത്താണ് ആക്രമണം നടത്തുന്നത്, ഞങ്ങളുടെ രാജ്യത്താണ് ആക്രമണം നടത്തുന്നത്, അതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെയുള്ള ആക്രമണം ഞങ്ങളും നടത്തുമെന്ന് ഇറാഖ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ അമേരിക്ക മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഞങ്ങളൊരു സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞു, പക്ഷേ ഇനി ആവശ്യം വന്നാൽ വീണ്ടും ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. സോ ഈ യുദ്ധം ഇനിയും എസ്കലേറ്റ് ആകാനാണ് സാധ്യത കൂടുതൽ. സോ എയർ സ്ട്രൈക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം അമേരിക്ക പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമല്ല, ഇതെല്ലാം ഞങ്ങളുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് എന്നതാണ്. സോ ഇറാന് ആദരവായിരിക്കുന്നവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാഖിലും സിറിയയിലും നിങ്ങളുടെ ബേസ് വെക്കേണ്ട ആവശ്യം എന്താണ്? അവനവന്റെ രാജ്യത്ത് അവരവരുടെ മിലിറ്ററി ബേസ് വെച്ചിരുന്നാൽ പോരെ, എന്തുകൊണ്ട് ഇപ്പോൾ ഇറാഖിലും അതുപോലെ സിറിയയിലും നിങ്ങളുടെ ബേസ് വെക്കുന്നതിന്റെ ആവശ്യം എന്താണ് എന്ന ചോദ്യം ഉയർത്തിയിരിക്കുന്നു. സോ ഇറാഖ്, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ നിരവധി ഇൻകം അമേരിക്കയ്ക്ക് ലഭിക്കുന്നുണ്ട് ഓയിൽ സോഴ്സ് വഴി. സോ അതെല്ലാം സംരക്ഷിക്കാനും ഒരു റീജിയൻ ടെൻഷൻ വരാതിരിക്കാനും വേണ്ടിയാണ് ഞങ്ങളുടെ ട്രൂപ്സിനെ, അമേരിക്കൻ ട്രൂപ്സിനെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് അമേരിക്ക പറഞ്ഞാലും നിരവധി പേർ അത് നിഷേധിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതാവുന്നതിന്റെ പ്രധാന കാരണം തന്നെ അമേരിക്കയാണ്. അമേരിക്കൻ ട്രൂപ്സിനെ അവനവന്റെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം മാറുമെന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗം, അതായത് അമേരിക്ക അനുകൂലിക്കുന്നവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക അവരുടെ ട്രൂപ്സിനെ ഇവിടെ നിന്നൊക്കെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഇറാൻ ബാക്ക്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് അവരുടെ തീവ്രവാദ പ്രവർത്തികൾ അധികമായി ചെയ്യും, അതുകൊണ്ട് തന്നെ അവർ തിരിച്ചെടുക്കാൻ പാടില്ല എന്നതാണ് അമേരിക്ക അനുകൂലിക്കുന്നവരുടെ അഭിപ്രായം. സോ അമേരിക്കയുടെ വ്യോമാക്രമണത്തിന് ഇറാൻ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നു എന്നത് അറിയില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിരിക്കും ഇറാൻ എടുക്കുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.